രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്ന വി.ഡി. സതീഷിന്റെ പ്രസ്താവനയോട് കെ. സുധാകരന്റെ ഒരു പ്രതികരണമാണ്. യു.ഡി.എഫ് അധികാരത്തിൽ വന്നില്ല എങ്കിൽ സതീഷിന് വാക്കുപാലിക്കേണ്ടി വരും. പക്ഷേ അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാമെന്നുമാണ് കെ. സുധാകരൻ പറയുന്നത്. വനവാസത്തിന് പോകുമെന്നാണ് വി.ഡി. സതീശൻ പറഞ്ഞത്. അദ്ദേഹം അങ്ങനെ പോകാണ്ടിരിക്കട്ടെ എന്ന് നമ്മളെല്ലാം അതിനു വേണ്ടി പ്രാർത്ഥിക്കാം. 100 സീറ്റ് കിട്ടിയില്ലെങ്കിൽ പോണ്ടി വരുമല്ലോ, സ്വാഭാവികമായിട്ടും. വാക്ക് പാലിക്കുന്ന ചെയ്യുന്ന നേതാക്കന്മാരാണെങ്കിൽ പോണ്ടേ. അപ്പോൾ അതിൽ നമുക്ക് സങ്കടവും പ്രയാസവും ഉണ്ട്. അതുകൊണ്ട് ഞാനൊക്കെ പ്രാർത്ഥിക്കുന്നത് അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്നാണ്. രാഹുൽജി നാഥുണ്ട്. രാഹുൽ, ഇപ്പോൾ അദ്ദേഹം പറയുന്നത് പോകേണ്ടി വരും, വാക്കുപാലിക്കുന്ന നേതാവാണെങ്കിൽ പോകേണ്ടി വരും, അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ എന്നാണ്. അപ്പോൾ അദ്ദേഹം വി.ഡി. സതീശനത് വാക്കുപാലിക്കുന്ന ഒരു നേതാവാണ് എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട് എന്നെനിക്ക് തോന്നുന്നു. എന്തായാലും ഈ വിഷയം ഈ ചോദ്യമായി ഉന്നയിക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച ഉത്തരമല്ല കെ. സുധാകരൻ നൽകിയത്. കാരണം ഒരു പരിഹാസമാണോ അല്ലെ പരിഹാസമായി പറഞ്ഞതാണോ എന്നുള്ള തോന്നലിലാണ് രണ്ടാമത്തെ ചോദ്യം ഉയർത്തുന്നത്. അങ്ങനെ പോകേണ്ടി വരുമോ? അപ്പോൾ വളരെ ഗൗരവത്തോടെ തന്നെയാണ് നേതാക്കളാകുമ്പോൾ വാക്കുപാലിക്കേണ്ടതാണല്ലോ, അപ്പോൾ പോകേണ്ടി വരുമല്ലോ. വി.ഡി. സതീശൻ അത്തരത്തിൽ പോകുന്നത് നമുക്കൊക്കെ വിഷമമുണ്ടാക്കുന്ന കാര്യമാണ്. അങ്ങനെ പോകാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം എന്ന തരത്തിലാണ് പറഞ്ഞത്. ഏറ്റവും കൗതുകം, ഇന്ന് ഏതാണ്ട് മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ 2 വാർത്താ സമ്മേളനങ്ങളാണ് ഇവിടെ പത്തനംതിട്ട ജില്ലയിൽ നടന്നത്. ഒന്ന് രമേശ് ചെന്നിത്തലയോടാണ്, പിന്നീടാണ് കെ. സുധാകരൻ മാധ്യമങ്ങളെ കാണുന്നത്. രമേശ് ചെന്നിത്തലയോടും ഇതേ ചോദ്യം നമ്മൾ ചോദിച്ചിരുന്നു. അപ്പോൾ രമേശ് ചെന്നിത്തല വളരെ പക്വതയോടുകൂടി അതിനെ സമീപിച്ചത്. അദ്ദേഹം പറഞ്ഞത് അതിനെ അങ്ങനെയല്ല കാണേണ്ടത്, രാഷ്ട്രീയ വനവാസം എന്ന് പറയുമ്പോൾ അത് ഏത് തരത്തിലാണെന്ന് വി.ഡി. സതീശൻ വിശദീകരിച്ചിട്ടുണ്ടല്ലോ. അധികാരം നേടുക എന്ന് തന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്ന് പറയുമ്പോൾ തൊട്ടിപ്പുറത്ത് വാക്കു പാലിക്കേണ്ടതായി വരും. അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ രണ്ടാമത് ചോദിക്കുന്നു 100 സീറ്റ് എന്ന ലക്ഷ്യം, ആ ലക്ഷ്യമാണ് മുന്നോട്ട് വെച്ചിരുന്നത്. 100 സീറ്റ് ലഭിച്ചില്ലെങ്കിൽ ഈ വാക്ക് പാലിക്കേണ്ടി വരുമോ വി.ഡി. സതീശൻ എന്ന് ചോദിക്കുമ്പോൾ പാലിക്കേണ്ടി വരുമല്ലോ. ആ പറഞ്ഞതുപോലെ പാലിക്കുന്നതാണല്ലോ നേതാക്കൾ കാണിക്കേണ്ട, അല്ലെങ്കിൽ വാക്ക് പാലിക്കുന്ന നേതാക്കൾ കാണിക്കേണ്ട രീതി എന്നുകൂടി പറഞ്ഞു വെക്കുമ്പോൾ ഇതിനുള്ളിൽ എന്തൊക്കെ മാനങ്ങളുണ്ട് എന്നുള്ള ചോദ്യം കൂടി ഉയരുന്നുണ്ട്. എന്തായാലും ഇത് കേവലം ഒരു പരിഹാസമായി മാത്രം ഒതുക്കി കാണാൻ കഴിയില്ല എന്ന ചർച്ചയാണ് നിലവിൽ എന്തായാലും ഉയരുന്നത്. ഒപ്പം ഈ സീറ്റുമായി ബന്ധപ്പെട്ട് വലിയ ആത്മവിശ്വാസം, യു.ഡി.എഫ് അധികാരത്തിൽ വരുന്ന വലിയ ആത്മവിശ്വാസവും കെ. സുധാകരൻ ഉയർത്തി. ആ ഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ 2 പേർ മാത്രമേ ഉള്ളൂ ഈ പ്രസ്താവനയിൽ ഉറച്ചു നിൽക്കുന്നത്. ഒന്ന് വി.ഡി. സതീശൻ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്ന്, ഇപ്പോൾ ഒരാൾ കൂടി വന്നിരിക്കുകയാണ് കെ. സുധാകരൻ. അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ രാഷ്ട്രീയ വനവാസത്തിന് പോകേണ്ടി വരും, ആ വാക്ക് പാലിക്കപ്പെടണം എന്ന തരത്തിലേക്കുള്ള പ്രസ്താവന ഇറക്കുന്ന 2 പേർ മാത്രമേ ഇപ്പോൾ ഉള്ളൂ. ഒന്ന് വി.ഡി. സതീശനും ഒന്ന് കെ. സുധാകരനുമാണ്.